വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ വലിയ രീതിയിലുള്ള ദുഷ്പ്രചാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. മറുനാടൻ മലയാളി പോലെയുള്ള ചാനലുകൾ മുതൽ നിരവധി തീവ്ര വലതുപക്ഷ അനുഭാവികൾ ഇതിന് പിന്തുണയും നൽകിയിരുന്നു. പണമെല്ലാം പിണറായിക്കുള്ളതാണെന്നും അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തില്ല എന്നും സഹായങ്ങൾ പരമാവധി നേരിട്ടെത്തിക്കുക എന്നുമൊക്കെയായിരുന്നു ഇക്കൂട്ടർ പ്രചരിപ്പിച്ചത് പച്ചക്കള്ളമാണെങ്കിലും ഇത് ചിലരിലെങ്കിലും ഒരു സംശയത്തിന് ഇടവരുത്താം. അതുകൊണ്ട് എന്താണ് CMDRF അഥവാ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. CAG ഓഡിറ്റിന് വിധേയമായ 100% സുതാര്യത ഉറപ്പുവരുത്തുന്ന ഒരേ ഒരു ഫണ്ടാണ് CMDRF. പ്രകൃതി ദുരന്തങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന അർഹരായ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും അപകടത്തിൽപ്പെട്ട ബന്ധുക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടവർക്കോ ഗുരുതരമായ രോഗങ്ങളുള്ളവർക്കുള്ള വൈദ്യ ചികിത്സയ്ക്കോ ആശ്വാസം നൽകുന്നതിനുള്ള അടിയന്തര സഹായ പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട്. ഈ ഫണ്ടിലേക്ക് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കുമെല്ലാം സംഭാവന നൽകാം. പണമായും ചെക്കായും ഇലക്ട്രോണിക് പേയ്മെന്റായും ഒക്കെ പണം നൽകാം. ഈ സംഭാവന തുക മുഴുവൻ നികുതി ഇളവിന് അർഹമാണ്. അടിസ്ഥാന ജീവിത സൗകര്യങ്ങളുടെ അഭാവത്തിനും തീപിടുത്തം, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, കടൽ മണ്ണൊലിപ്പ്, ഉരുൾപൊട്ടൽ, മറ്റു ദുരന്തങ്ങൾ എന്നിവ ബാധിച്ചവർക്കും ആശ്വാസം നൽകുന്നതിനായി രൂപീകരിച്ച ഒരു പൊതു ഫണ്ടാണ് CMDRF. ഒരു പൊതു സ്വഭാവമുള്ള വിദ്യാഭ്യാസ, സാംസ്കാരിക, ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ അത്തരം ദുരന്തങ്ങളാൽ ബാധിക്കപ്പെടുകയും അവരുടെ സ്വത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാനും സാധാരണ അവസ്ഥയിലേക്ക് തിരികെ എത്താൻ അവരുടെ സാമ്പത്തിക സ്ഥിതി അവരെ പ്രാപ്തരാക്കുന്നില്ലെങ്കിൽ ഫണ്ടിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തിന് അവർക്ക് അർഹതയുണ്ട്. പരമ്പരാഗത മേഖലയിലെ മാത്രം എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമുകൾ അല്ലെങ്കിൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമുകളിൽ ഉൾപ്പെടാത്ത യൂണിറ്റുകളിൽ തങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായ കാരണത്താൽ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന തൊഴിലാളികൾക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആശ്വാസം നൽകാം. ഈ ഫണ്ടിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ഗവൺമെന്റിന്റെ മറ്റു പ്രത്യേക ദുരിതാശ്വാസ പദ്ധതികളുടെ പരിധിയിൽ വരാത്ത കേസുകളിലേക്ക് പരിമിതപ്പെടുത്തും. ഏതൊരു പൗരനും വിവരാവകാശ നിയമപ്രകാരം ആർക്ക് എപ്പോ എങ്ങനെ കൊടുത്തുവെന്ന് ഉറപ്പുവരുത്താവുന്ന ഒരു ഫണ്ടാണിത്. ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് പൂർണ്ണമായും ബാങ്ക് വഴി വരുന്ന ഓരോ നാണയത്തുട്ടിനും കണക്കുള്ള ഇത് കൈകാര്യം ചെയ്യുന്നത് റവന്യൂ വകുപ്പാണ്, അല്ലാതെ മുഖ്യമന്ത്രിയല്ല. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു രൂപ പോലും ചിലവാക്കാൻ പറ്റാത്ത CMDRF വെബ്സൈറ്റിലെ ട്രാൻസ്പെറൻസി ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓരോ ദിവസവും വന്ന തുകയും ചിലവാക്കിയ തുകയും അറിയാൻ കഴിയും. അഥവാ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുണ്ടായാൽ അത് CAG റിപ്പോർട്ടിൽ വരികയും സർക്കാർ മറുപടി പറയുകയും വേണ്ടിവരും. ഒരു സർക്കാരിന് ചെയ്യാനാവുന്ന കാര്യങ്ങൾക്ക് ശക്തിയും പിന്തുണയും നൽകുക. എപ്പോഴത്തെയും പോലെ ഇത്തവണയെങ്കിലും ദുരന്ത സാഹചര്യത്തിൽ മനുഷ്യരെ ചിതറിക്കാതിരിക്കുക. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി നമ്മുടെ സർക്കാരിന് ചെയ്യാനാവുന്ന കാര്യങ്ങൾക്ക് ശക്തിയും പിന്തുണയും നൽകുക. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രം സംഭാവന നൽകാൻ പറയുന്നതിന് കാരണം അത് നമ്മുടെ സർക്കാർ ആയതുകൊണ്ടാണ്. സർക്കാരിന് മാത്രമേ ഇത്രയും വലിയ ദുരന്തമുഖത്ത് എന്തെങ്കിലും ചെയ്യാനാകൂ എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. സന്നദ്ധ സംഘടനകളോ കൂട്ടായ്മയോ ക്ലബ്ബുകളോ വ്യക്തികളോ സ്വന്തമായി നൽകുന്ന സംഭാവനകൾ എല്ലാവരിലും എത്തിപ്പെടില്ല എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത്തരം സംഘടനകളും വ്യക്തികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ എത്തിക്കുകയാണ് വേണ്ടത്. സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ വിശ്വാസമില്ലെന്നും സംഭാവന ചെയ്യരുതെന്നുമുള്ള സന്ദേശങ്ങൾ പ്രചരിക്കുകയാണ്. അത്തരം ഒറ്റപ്പെട്ട പ്രചാരണങ്ങളെ മുഖവിലയ്ക്ക് എടുക്കാതിരിക്കുക. സർക്കാരിനേക്കാൾ വിശ്വാസ്യതയുള്ള ഒരു സംവിധാനവും ഇന്നിവിടില്ല, അതേത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും. സർക്കാർ നമ്മുടേതായിരിക്കുന്നത് വരെ ഇത്തരത്തിലുള്ള ദുഷ്പ്രചാരണങ്ങളെല്ലാം തന്നെ അസ്ഥാനത്താണ്. പക്ഷപാതിത്വമോ വ്യക്തി കേന്ദ്രീകൃതമോ ആകാതെ അർഹതപ്പെട്ടവർക്കെല്ലാം സഹായം എത്തണമെങ്കിൽ സർക്കാരിന്റെ സംവിധാനത്തിനു മാത്രമേ സാധിക്കൂ. അതിൽ പിഴവുകളോ പരാതികളോ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ ഇടപെടലുകൾ നടത്താവുന്നതുമാണ്. അല്ലാതെ വയനാട് ദുരന്തത്തിന്റെ പേരിൽ മറ്റൊരു സംഘടനകളോ വ്യക്തികളോ ക്ലബ്ബുകളോ സാമ്പത്തികമായി സംഭാവനകൾ സ്വീകരിക്കാതിരിക്കുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയേക്കാൾ വിശ്വസിക്കാൻ കഴിയുന്ന മറ്റൊരു നിധിയില്ലെന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.